ഒന്ന് ചിന്തിക്കൂ. ഒരു രാജ്യം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ബോംബുകൾ വീഴും. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടു. കുവൈറ്റ് അതിർത്തിയിൽ ലക്ഷക്കണക്കിന് സൈനികർ. ലോകത്തിന്റെ ക്യാമറകൾ മൊത്തം ഒരൊറ്റ നഗരത്തിലേക്ക്, ബാഗ്ദാദ്. ലോകം മുഴുവൻ ശ്വാസം പിടിച്ച് കാത്തിരിക്കുന്നു. ആ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ ഒരു മാർച്ച് രാത്രിയുടെ ആഴത്തിൽ ബാഗ്ദാദിലെ ഏറ്റവും ഉറപ്പുള്ള കെട്ടിടത്തിന്റെ മുൻപിൽ 3 വലിയ ട്രക്കുകൾ നിശബ്ദമായി വന്നു നിന്നു. മുഖം മൂടിയില്ല, സ്ഫോടക വസ്തുക്കളില്ല, ബന്ദികളില്ല, ഡ്രാമറ്റിക് ഏറ്റുമുട്ടലില്ല. ഒരൊറ്റ കാര്യം മാത്രം, ഒരു കയ്യക്ഷര കുറിപ്പ്. ആ കുറിപ്പിൽ ഒരൊറ്റ ഉത്തരവ്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും ഭയപ്പെടുന്ന മനുഷ്യൻ ഒപ്പിട്ടത്. ആ കെട്ടിടത്തിനുള്ളിലെ ആളുകൾക്ക്, ഗാർഡുകൾക്കും ഉദ്യോഗസ്ഥർക്കും ആ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്കും ഒരൊറ്റ ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അനുസരിക്കുക, അല്ലെങ്കിൽ അനനുസരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്നറിയാമല്ലോ. 2003 മാർച്ച് 18 പുലർച്ചെ 4 മണി. ആ 3 ട്രക്കുകൾ ബാഗ്ദാദ് രാത്രിയിലേക്ക് ഒഴുകി. ശാന്തമായി, തിടുക്കമൊന്നുമില്ലാതെ. ഇരുവശത്തും സൈനിക അകമ്പടി. ആരും തടഞ്ഞില്ല, ആർക്കും തടയാനാകില്ലായിരുന്നു. ഓരോ ട്രക്കിന്റെ ഉള്ളിലും തറ മുതൽ മേൽക്കൂര വരെ ലോഹപ്പെട്ടികൾ അടുക്കി. ആ പെട്ടികൾക്കുള്ളിൽ 920 ദശലക്ഷം അമേരിക്കൻ ഡോളർ, 90 ദശലക്ഷം യൂറോ, $1 ബില്യൺ, അതായത് 8000 കോടിയിലധികം രൂപ ക്യാഷ്, ഒറ്റ രാത്രിയിൽ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. ഈ കൊള്ളയ്ക്കു പിറകിൽ നിന്നത് ഒരു ഒളിവ് ജീവിതം നയിക്കുന്ന കുറ്റവാളിയായിരുന്നില്ല, ഒരു ഭൂഗർഭ സംഘമായിരുന്നില്ല. ഇറാഖ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ. മിഡ്നൈറ്റ് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരു ഏകാധിപതിയുടെ അവസാന നിമിഷങ്ങൾ. $1 ബില്യൺ ദുരൂഹത. ഇന്നും കാണാതെ കിടക്കുന്ന 2800 കോടി രൂപ. ഈ കഥ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായി കേൾക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യൂ: ഈ ചാനൽ ഷെയർ ചെയ്യൂ. ഒരു സുഹൃത്തിന്, ഒരു കുടുംബക്കാരന്. ഉറക്കം വരാത്ത ഒരു രാത്രിയുള്ള ഒരാൾക്ക്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കേണ്ടവർ ഒരുപാടുണ്ട്. ഭാഗം 1. ഒരു രാജ്യം സ്വന്തമാക്കിയ മനുഷ്യൻ. ഈ കഥ മനസ്സിലാകണമെങ്കിൽ ആദ്യം ആ മനുഷ്യനെ മനസ്സിലാക്കണം. സദ്ദാം ഹുസൈൻ 1937 തിക്രിദിനടുത്ത് ഒരു ദരിദ്ര ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛനില്ല. ക്രൂരനായ ഒരു രണ്ടാനച്ഛൻ. ഒന്നുമില്ലായ്മയിൽ വളർന്ന ഒരു കുട്ടി. ചെറുപ്പത്തിലെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: അധികാരം നേടാൻ കഴിയും, അധികാരം ഉറപ്പിക്കാൻ കഴിയും, അധികാരം ഭീഷണിപ്പെടുത്തുന്നവരെ ഇല്ലാതാക്കാൻ കഴിയും. 1979 ഇറാഖ് പ്രസിഡന്റായി. ആ ദിവസം മുതൽ ഒരൊറ്റ സത്യം: ഇറാഖ് എന്ന രാജ്യം സദ്ദാം ഹുസൈന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. തൈലക്കിണറുകൾ അദ്ദേഹത്തിൻ്റേതായിരുന്നു, സൈന്യം അദ്ദേഹത്തിൻ്റേതായിരുന്നു, കോടതികൾ അദ്ദേഹത്തിൻ്റേതായിരുന്നു, ബാങ്കുകൾ അദ്ദേഹത്തിൻ്റേതായിരുന്നു, ജയിലുകൾ അദ്ദേഹത്തിൻ്റേതായിരുന്നു. 25 ദശലക്ഷം ഇറാഖികളുടെ ജീവിതം ഒരൊറ്റ മനുഷ്യന്റെ ഇഷ്ടത്തിൽ. ഇറാൻ ഇറാഖ് യുദ്ധം 8 വർഷം. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. സദ്ദാം അതിജീവിച്ചു. 1991 ഗൾഫ് യുദ്ധം. US ഉൾപ്പെടെ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒരുമിച്ചടി. ലോകം പ്രതീക്ഷിച്ചു, ഇനിയില്ല. അദ്ദേഹം അതിജീവിച്ചു. CIA ഗൂഢാലോചനകൾ ഒന്നൊന്നായി അതിജീവിച്ചു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ. ഇറാഖ് ജനത പട്ടിണിക്കടുത്തു പോകുമ്പോഴും സദ്ദാം കൊട്ടാരങ്ങൾ പണിത് ജീവിച്ചു. ഓരോ തവണ ലോകം ആ മനുഷ്യനെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആ മനുഷ്യൻ ഇങ്ങനെയുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചു: ഞാൻ അജയ്യൻ. 2003 തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഒരു തീരുമാനമെടുത്തു: ഇറാഖ് ആക്രമിക്കും. ആയുധ പരിശോധന ഉണ്ടോ ഇല്ലയോ, അമേരിക്ക വരുന്നു. 2003 മാർച്ച് 17 ബുഷ് ടെലിവിഷനിൽ ലോകത്തോടായി പ്രഖ്യാപിച്ചു: സദ്ദാം ഹുസൈനും അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും 58 മണിക്കൂറുണ്ട്. ഇറാഖ് വിടുക, അല്ലെങ്കിൽ സൈനിക നടപടി ആരംഭിക്കും. സദ്ദാം ആ ഉത്തരവ് തള്ളി. അദ്ദേഹം ഇന്നർ സർക്കിളിനോട് പറഞ്ഞു: ഇത് ഭീഷണി മാത്രം, ഒരു ഭൗമരാഷ്ട്രീയ പ്രകടനം.
അവർ ശരിക്കും ആക്രമിക്കില്ല. കുവൈറ്റ് അതിർത്തിയിൽ ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുണ്ടെങ്കിലും ഗൾഫിൽ 5 യുദ്ധക്കപ്പലുകളുണ്ടെങ്കിലും UN ആയുധ ഇൻസ്പെക്ടർമാർ ഇറാഖ് വിട്ടു പോയാലും അദ്ദേഹം തെറ്റ് ചെയ്തു. ഭീകരമായ ഒരു തെറ്റ്. പക്ഷേ ആ 58 മണിക്കൂറിൽ ബോംബ് വിമാനങ്ങൾ ഒരുക്കപ്പെടുമ്പോഴും സദ്ദാം ശാന്തനായി ചിന്തിക്കുകയായിരുന്നു. 24 വർഷം അദ്ദേഹത്തെ ജീവിപ്പിച്ച ആ തണുത്ത കണക്കുകൂട്ടൽ. അമേരിക്കക്കാർ ശരിക്കും വരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഇവിടെ ഉപേക്ഷിക്കാനാകില്ല: പണം. ഭാഗം 2. ലക്ഷ്യം. ഒരു ജനതയുടെ ഖജനാവ്. ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്ത് ഇറാഖ് സെൻട്രൽ ബാങ്ക്. ഒരു ശക്തിദുർഗം. ആർമർ ചെയ്ത കോൺക്രീറ്റ്. ആയുധധാരി ഗാർഡുകൾ. ഇറാഖ് മുഴുവൻ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങളിലൊന്ന്. കാരണം ഉള്ളിലുള്ളത് ഒരു ജനതയുടെ ദേശീയ ഫോറിൻ കറൻസി ശേഖരം. ദശകങ്ങളിലെ എണ്ണ കയറ്റുമതിയിൽ നിന്ന് ആർജിച്ചത് ഇറാഖ് ജനതയ്ക്ക് അവകാശപ്പെട്ടത്. ആ വോൾട്ടുകൾക്കുള്ളിൽ ആ നിമിഷം ഉണ്ടായിരുന്നത് 920 ദശലക്ഷം അമേരിക്കൻ ഡോളർ. ഭൂരിഭാഗവും $100 നോട്ടുകൾ. ഇറുക്കമായി ബണ്ടിൽ ചെയ്ത് സുരക്ഷ മുദ്ര പതിപ്പിച്ച ലോഹപ്പെട്ടികളിൽ 90 ദശലക്ഷം യൂറോ. ഗണ്യമായ സ്വർണശേഖരം. ഒരു നിമിഷം നിർത്തൂ. 920 ദശലക്ഷം ഡോളറിന്റെ ഭൗതിക ഭാരം ഏകദേശം 10 മെട്രിക് ടൺ. 10 ടൺ. ഒരു ബ്രീഫ് കേസിൽ കൊണ്ടുപോകാനാകില്ല, ഒരു കാറിലാകില്ല. വലിയ ട്രക്കുകൾ വേണം. ലോഡ് ചെയ്യാൻ സമയം വേണം, ആൾക്കാർ വേണം. ഇത് ഇറാഖിന്റെ മൊത്തം ഫോറിൻ കറൻസി ശേഖരത്തിന്റെ കൃത്യം കാൽഭാഗം. ഒരു ജനതയുടെ അടിയന്തര ഫണ്ട്. യുദ്ധത്തിന് ശേഷം ഒരു രാജ്യം പുനർനിർമ്മിക്കാൻ ആവശ്യമുള്ളത്. സദ്ദാം ഹുസൈൻ തീരുമാനിച്ചു, ഇത് എന്റേതാണ്. ഇന്ന് രാത്രി ഞാനിത് എടുക്കും. ഭാഗം 3. ഗുസ്സായ്. ആ കയ്യക്ഷരക്കുറിപ്പ്. ഒരു ഗവർണറുടെ നിശബ്ദത. ഇനിയൊരു മകനെക്കുറിച്ച് പറയണം. ഗുസ്സായ് ഹുസൈൻ, സദ്ദാമിന്റെ ഇളയ മകൻ. 1966 ജനിച്ചു. 2003 36 വയസ്സ്. ഇറാഖ് റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ തലവൻ. ദേശീയ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഭരണകർത്താവ്. സദ്ദാമിന്റെ പിൻഗാമിയാകുമെന്ന് ഏവരും കരുതിയ ആൾ. ഗുസ്സായ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഉദ്ദേ ഹുസൈനെ പോലെ ആയിരുന്നില്ല. ഉദ്ദേ ഒരു പാർട്ടിയിൽ വെച്ച് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നയാൾ. ക്രൂരൻ, ചഞ്ചലൻ, കാന്താമൃഗത്തെപ്പോലെ അപ്രവചനീയൻ. ഗുസ്സായ് വ്യത്യസ്തൻ. ശാന്തൻ, ചിട്ടക്കാരൻ, നിയന്ത്രിതൻ. ഇറാഖ് സുരക്ഷാ സംവിധാനം ഒരു ബ്യൂറോക്രസി പോലെ ഇരുണ്ട ദക്ഷതയോടെ നടത്തി. ശ്രദ്ധ ആകർഷിക്കാതെ, ഒച്ചയില്ലാതെ, ഫലം മാത്രം. 2003 മാർച്ച് 17 രാത്രി ഗുസ്സായ്ക്ക് പിതാവിന്റെ നിർദ്ദേശം ലഭിച്ചു. സെൻട്രൽ ബാങ്കിലേക്ക് പോകൂ, ശേഖരമെടുക്കൂ, ഇപ്പോൾ. സദ്ദാമിന്റെ സ്വകാര്യ സെക്രട്ടറി ആബിദ് ഹമൌദ് ഒരു അനുമതി പത്രം തയ്യാറാക്കി. ഒരു ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ കൈകൊണ്ടെഴുതിയ ഉത്തരവ്. ഇറാഖ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ഒപ്പിട്ടത്. ഉള്ളടക്കം: 920 ദശലക്ഷം ഡോളറും 90 ദശലക്ഷം യൂറോയും ഉടൻ നൽകുക. ഒരൊറ്റ ബോർഡ് അംഗീകാരമില്ല. ഒരൊറ്റ ഔദ്യോഗിക നടപടിക്രമമില്ല. ഒരൊറ്റ ധനകാര്യ ന്യായീകരണമില്ല. ഒരൊറ്റ ഡോക്യുമെന്റേഷൻ ട്രെയിലില്ല. ഒരൊറ്റ കയ്യക്ഷര ഉത്തരവ്. ഒരൊറ്റ ഒപ്പ്. ആ ഒരൊറ്റ ഒപ്പ് $1 ബില്യൺ ഒഴുക്കി. ഇസാം റഷീദ് ഖ്വൈഷ് ആ ദിവസം ഇറാഖ് സെൻട്രൽ ബാങ്കിന്റെ ഗവർണറായിരുന്നു. ഗുസ്സായ് ഹുസൈൻ ആയുധധാരി സൈനിക അകമ്പടിയോടൊപ്പം ബാങ്കിന്റെ വാതിൽക്കൽ വന്നു നിന്നു. ആ കുറിപ്പ് ഗവർണറുടെ മുൻപിൽ വെച്ചു. ആ ഗവർണർ ഒരു ഞെട്ടലോടെ ചിന്തിച്ചു കാണും, ഇത് ചെയ്യണോ? ഈ രേഖ ഒരൊറ്റ ഔദ്യോഗിക നടപടിക്രമവും പാലിക്കുന്നില്ല. പക്ഷേ ആ ഗവർണർക്ക് മുൻപിലുള്ളത് ഒരൊറ്റ ചോദ്യമായിരുന്നു. ഡിക്റ്റേറ്ററുടെ മകൻ, ആർംഡ് എസ്കോട്ട്. ഡിക്റ്റേറ്ററുടെ ഒപ്പുള്ള ഒരു ഉത്തരവ്. ഇനി ഞാൻ. ആ ഘടനയെ ഒരു ഇറാഖ് ഉദ്യോഗസ്ഥൻ പിന്നീട് ഒരൊറ്റ വാക്യത്തിൽ വിശദീകരിച്ചു. സദ്ദാം ഹുസൈനിൽ നിന്ന് ഒരു ഉത്തരവ് ലഭിക്കുമ്പോൾ ആർക്കും ചർച്ചിക്കാൻ അനുവാദമില്ല. ഇസാം റഷീദ് ഖ്വൈഷ് അനുസരിച്ചു. ഭാഗം 4. 5 മണിക്കൂർ. ചരിത്രത്തിലെ ഏറ്റവും ചിട്ടയൊത്ത കൊള്ള. പിന്നീട് നടന്നത് ചരിത്രത്തിൽ ഒരിക്കലും ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കൊള്ള ആയിരുന്നു. ബഹളമൊന്നുമില്ലാതെ ബാങ്ക് ജീവനക്കാർ വിളിച്ചുണർത്തപ്പെട്ടു. ആ അർദ്ധരാത്രിയിൽ ജോലി ആരംഭിച്ചു. ലോഹപ്പെട്ടി ഒന്നൊന്നായി, ഡോളർ ബ്രിക്ക് ഒന്നൊന്നായി, ട്രക്ക് ഒന്നൊന്നായി നിറഞ്ഞു.
ബാങ്കിന് പുറത്ത് 3 വലിയ ട്രാക്ടർ ട്രെയിലർ ട്രക്കുകൾ. ഓരോ ട്രക്കും ക്രമമായി നിറഞ്ഞു. ആയുധധാരി ഗാർഡുകൾ കാവൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മേൽനോട്ടം. ഹുസായ് ഹുസൈൻ തന്നെ ആ ട്രാൻസ്ഫർ മൊത്തം നിരീക്ഷിച്ചു. ആ ഓപ്പറേഷൻ 5 മണിക്കൂർ നീണ്ടു. ഒരു നിമിഷം ആ ദൃശ്യം ഭാവനയിൽ കൊണ്ടുവരൂ. ബാഗ്ദാദ് നഗരം ഉറക്കമാണ്, ഇരുണ്ടതാണ്. 200 കിലോമീറ്റർ അകലെ അമേരിക്കൻ ജെറ്റ് വിമാനങ്ങൾ ഒരുക്കപ്പെടുന്നു. ആ ഇരുളിൽ ഒരൊറ്റ കെട്ടിടത്തിൽ ഒരൊറ്റ ലൈറ്റ് കത്തുന്നു. ഒരൊറ്റ ഓപ്പറേഷൻ, 5 മണിക്കൂർ. 2003 മാർച്ച് 18 പുലർച്ചെ 4 മണി. ട്രക്കുകൾ നീങ്ങി. ബാഗ്ദാദിന്റെ ഇരുണ്ട തെരുവുകളിലൂടെ ശാന്തമായി, തിടുക്കമൊന്നുമില്ലാതെ. ആർക്കും തടയാൻ ധൈര്യമില്ല. ആ ബാങ്ക് ഗവർണർ ആ ശൂന്യമായ വോൾട്ടിനരുകിൽ നിന്നു. ഒരൊറ്റ വാക്ക് ഉരിയാടാതെ. 24 മണിക്കൂറിൽ കുറഞ്ഞ ശേഷം ബാഗ്ദാദിൽ ആദ്യ അമേരിക്കൻ ക്രൂസ് മിസൈലുകൾ പതിച്ചു. ആ നഗരം തീനാളങ്ങളിലും അരാജകത്വത്തിലും ആണ്ടു. ആ അരാജകത്വത്തിൽ ആ 3 ട്രക്കുകൾ $1 ബില്യൺ ഇരുളിലേക്ക് അലിഞ്ഞുപോയി. ഭാഗം 5. ചുമരുകൾ പൊട്ടിച്ചപ്പോൾ 2003 ഏപ്രിൽ. US സൈന്യം ബാഗ്ദാദ് പ്രവേശിക്കുന്നു. ഇറാഖ് സെൻട്രൽ ബാങ്ക് ആദ്യം അന്വേഷണ ടീം സന്ദർശിച്ച കെട്ടിടങ്ങളിൽ ഒന്ന്. ഒടിഞ്ഞ പൈപ്പുകൾ, ചിതറിയ ഫയലുകൾ, ചെറിയ ഓഫീസ് മുറികളിൽ കൊള്ള. പക്ഷേ ഇരുമ്പ് വോൾട്ടിൽ ആർക്കും കടക്കാനായിട്ടില്ല. കാരണം ആ വോൾട്ട് ആരോ ഇതിനോടകം ഉള്ളിൽ നിന്ന് കാലിയാക്കിയിരുന്നു. അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ കണ്ടെത്തൽ. ബാഗ്ദാദിനു പുറത്ത് സദ്ദാം ഹുസൈൻ്റെ ഒരു പ്രസിഡൻഷ്യൽ കൊട്ടാരം US ആർമി ടീം സ്റ്റാൻഡേർഡ് സെർച്ചിന് കയറി. ആയുധങ്ങൾക്കും ഇന്റലിജൻസ് ഡോക്യുമെന്റുകൾക്കും വേണ്ടി. പണമുണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഒരു സൈനികൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചുമരുകൾ അസ്വാഭാവികമായി കനം കൂടിയ പോലെ. ഇത്ര ഉറപ്പ് ഒരു ചുമരിന് ഉണ്ടാകേണ്ടതില്ല. ചുമർ പൊട്ടിച്ചു. ഉള്ളിൽ വ്യാക്വം സീൽ ചെയ്ത പ്ലാസ്റ്റിക് പാക്കേജുകൾ. $100 നോട്ടുകളുടെ കെട്ടുകൾ ഒന്നിനുമേൽ ഒന്ന്. പുതിയ നോട്ടുകളുടെ മഷിവാസന ഇപ്പോഴും. $650 ദശലക്ഷം. അതായത് ഏകദേശം 5000 കോടി രൂപ. ഒരു കൊട്ടാരത്തിന്റെ ചുമരുകൾക്കുള്ളിൽ ഒളിഞ്ഞ്. US ആർമി ആ ദൃശ്യം ഫോട്ടോ എടുത്തു, കൗണ്ട് ചെയ്തു, ഗാർഡ് ഏർപ്പെടുത്തി. ഭൂരിഭാഗം പണം കണ്ടെത്തി. പക്ഷേ എല്ലാമില്ല. $150 ദശലക്ഷം. ഏകദേശം 2800 കോടി രൂപ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. ഭാഗം 6. ഹുസൈൻ കുടുംബത്തിന്റെ അന്ത്യം. ആ പണത്തിന്റെ കഥ. ആ പണം കൊണ്ടുപോയ ആളുകളുടെ കഥയിൽ നിന്ന് വേർതിരിക്കാനാകില്ല. 2003 ജൂലൈ 22. കൊള്ളയ്ക്ക് 4 മാസം ശേഷം. ഹുസായ് ഹുസൈൻ ഇറാഖ് വടക്കൻ നഗരമായ മൊസൂലിലെ ഒരു വില്ലയിലൊളിഞ്ഞ്. ഭ്രാതാവ് ഉദ്ദേ ഹുസൈനോടൊപ്പം. US ഗവൺമെന്റ് ഒരു ഓഫർ നൽകിയിരുന്നു. ഹുസൈൻ ബ്രദേഴ്സ് ഒളിഞ്ഞിരിക്കുന്ന ഇടം കൊടുക്കുന്നവരിടം $100 കോടി. ഏകദേശം 240 കോടി രൂപ. ആ ഓഫർ ഓർമ്മ ഉണ്ടായിരുന്ന ഒരാൾ ആ വില്ലയിലുണ്ടായിരുന്നു. ആ ആൾ ആ ഓഫർ സ്വീകരിച്ചു. US സൈന്യം ആ കെട്ടിടം വളഞ്ഞു. ഹുസായ് കീഴടങ്ങൽ നിരസിച്ചു. 4 മണിക്കൂർ ഏറ്റുമുട്ടൽ. US ആർമി ആ കെട്ടിടത്തിലേക്ക് 12 ടൗ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഉള്ളിലുള്ളവർ എല്ലാവരും കൊല്ലപ്പെട്ടു. ആ ഭഗ്നാവശിഷ്ടങ്ങൾ US ടീം ഇന്റൻസീവായി തിരഞ്ഞു. $150 ദശലക്ഷം. ഒരൊറ്റ ലോഹപ്പെട്ടി, ഒരൊറ്റ ഫീൽഡ് പാക്കേജ്. ഒന്നുമില്ല. ആ പണം ഇതിനോടകം പോയിരുന്നു. 2003 ഡിസംബർ 13 സദ്ദാം ഹുസൈൻ കണ്ടെത്തപ്പെട്ടു. ഒരു ഭൂഗർഭ ഒളിത്താവളത്തിൽ. സ്പൈഡർ ഹോൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ കുഴി. ടിക്രീത്തിന് സമീപം. ആ മൺകൂനയ്ക്ക് അടിയിൽ ഒരു ക്ഷീണിതൻ. ദിശ തെറ്റിയ ഒരു പ്രസിഡന്റ്. ഞാൻ സദ്ദാം ഹുസൈനാണ്. ഞാൻ ഇറാഖ് പ്രസിഡന്റാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ചയൊന്നുമുണ്ടായില്ല. ഇറാഖ് ട്രൈബ്യൂണൽ. വിചാരണ. മനുഷ്യത്വ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ. ശിക്ഷ 2006 ഡിസംബർ 30. തൂക്കിലേറ്റൽ. ആ വിചാരണയിൽ ആ $1 ബില്യൺ കൊള്ളയ്ക്ക് ഒരൊറ്റ ചാർജില്ലായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള ഔദ്യോഗിക കുറ്റക്കണക്കിലില്ല. ഭാഗം 7. ആ $150 ദശലക്ഷം ലോകത്ത് ചിതറിയ പണം. $1 ബില്യൺ നിന്ന്
$650 ദശലക്ഷം കൊട്ടാര ചുമരുകളിൽ നിന്നും ഫ്രോസൺ അക്കൗണ്ടുകളിൽ നിന്നും തിരിച്ചെടുത്തു. ബാക്കി $350 ദശലക്ഷം. 2800 കോടി രൂപ. 21 വർഷം കഴിഞ്ഞ ഇന്നും ഒരൊറ്റ ട്രേസ് ഇല്ല. എവിടെ പോയി? ഒന്നാം സിദ്ധാന്തം. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു, കൊള്ളയ്ക്ക് ശേഷം US ബോർഡർ ഫുള്ളി സെക്യൂർ ആകും മുൻപ് ഒന്നിലധികം ട്രക്ക് കൺവോയ്കൾ സിറിയ അതിർത്തി കടന്നു. ഉള്ളിലെന്തുണ്ടായിരുന്നു ആർക്കും ഉറപ്പിക്കാനായിട്ടില്ല. ആ ട്രക്കുകൾ ഒരിക്കലും ട്രേസ് ചെയ്യപ്പെട്ടില്ല. സിറിയൻ ഇന്റലിജൻസ് ഒരിക്കലും സഹകരിച്ചില്ല. രണ്ടാം സിദ്ധാന്തം. ആക്രമണത്തിന് മുൻപ് ആഴ്ചകളായി സദ്ദാമിന്റെ ഭരണകൂടം ഗോത്ര നേതാക്കൾക്കും സൈനിക കമാൻഡർമാർക്കും ഇന്റലിജൻസ് ചീഫ്റ്റന്മാർക്കും വൻ ക്യാഷ് നൽകിയിരുന്നു, ഭക്തി നിലനിർത്താൻ, ഒരു ഭൂഗർഭ ചെറുത്തുനിൽപ്പ് ഫണ്ട് ചെയ്യാൻ. ആ 350 ദശലക്ഷത്തിന്റെ ഒരു ഭാഗം ഒലിക്കപ്പെട്ടതല്ല, ചെലവഴിക്കപ്പെട്ടതാണ്. മൂന്നാം സിദ്ധാന്തം. ഇത് ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്നത്. ആ പണം ലോകത്ത് ചിതറി. ഓസേഡ് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ ഒന്നിലധികം ജേർണലിസ്റ്റ് അന്വേഷണങ്ങൾ കണ്ടെത്തി ആ $100 നോട്ടുകൾ. ഇറാഖ് ഓക്യുപ്പേഷൻ ഘട്ടത്തിൽ ഡ്യൂട്ടി ചെയ്ത US സൈനിക ഉദ്യോഗസ്ഥർ ആ സീൽഡ് ബ്രിക്കുകൾ അവരുടെ ബാഗുകളിലേക്കും ഫൂട്ട് ലോക്കറുകളിലേക്കും ഒരിച്ചു. ഒറിഗോൺ, ആരിസോണ, വർജീനിയ, അമേരിക്കൻ ബാങ്കുകളിൽ ഇറാഖ് ഡ്യൂട്ടിക്ക് ശേഷം തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ ആ നോട്ടുകൾ ഡിപ്പോസിറ്റ് ചെയ്തു. ഒരു ഓഫീസർ ഒറിഗോണിൽ തിരിച്ചെത്തി ഒരു ഹമ്മറും ഒരു BMWയും ക്യാഷ് കൊടുത്തു വാങ്ങി. FBI അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം നിശബ്ദമായി അവസാനിച്ചു. ഒരൊറ്റ ആൾ ഒരിക്കലും പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടില്ല. സദ്ദാമിന്റെ $1 ബില്യൺ ആ യുദ്ധഭൂമിയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിത്തുകൾ പോലെ ചിതറി. ഒരു ഭാഗം സിറിയൻ ബാങ്കുകളിൽ, ഒരു ഭാഗം ഇറാഖ് ഗോത്ര നെറ്റ്വർക്കുകളിൽ, ഒരു ഭാഗം ഒറിഗോണിലും ആരിസോണയിലും. ആരൊക്കെ ആ വിത്തുകൾ ശേഖരിച്ചു? ഇന്നും ആർക്കും കൃത്യമായി അറിയില്ല. ഭാഗം 8. ഗിന്നസ്. ഒരൊറ്റയൊപ്പ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഈ കൊള്ളയെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ചരിത്രത്തിൽ ഒരിക്കൽ നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. ഒന്നാലോചിക്കൂ. ഒരൊറ്റ കയ്യക്ഷരക്കുറിപ്പ്, ഒരൊറ്റയൊപ്പ്, 5 മണിക്കൂർ, ഒരൊറ്റ ആയുധം ഉപയോഗിക്കാതെ $1 ബില്യൺ. US ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസ് ഈ ഓപ്പറേഷൻ മൊത്തം ഡോക്യുമെന്റ് ചെയ്തു. കേസ് ഔദ്യോഗികമായി സോൾവ്ഡ്. കുറ്റകൃത്യം ആരാണ് ചെയ്തത് എന്നറിയാം. ഇരുവരും ഇന്ന് ജീവനില്ല. പക്ഷേ $350 ദശലക്ഷം 21 വർഷം കഴിഞ്ഞ ഇന്നും ഒരൊറ്റ സ്ഥിരീകരിക്കപ്പെട്ട ട്രേസ് ഇല്ല. ഔട്രോ സദ്ദാം ഹുസൈൻ 24 വർഷം കൊണ്ട് ഒരു ഭരണകൂടം കെട്ടിപ്പടുത്തു. എണ്ണ, സൈന്യം, കോടതി, ബാങ്ക്, 25 ദശലക്ഷം ജനങ്ങളുടെ ജീവിതം, എല്ലാം ഒരൊറ്റ മനുഷ്യൻ. യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ഗൂഢാലോചനകൾ. ഓരോ തവണ ലോകം അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചു. ആ മനുഷ്യൻ ഇങ്ങനെയുണ്ടായിരുന്നു. ഒടുവിൽ ആ മനുഷ്യനെ പരാജയപ്പെടുത്തിയത് ഒരൊറ്റ ലളിതമായ ചിന്ത: അവർ ശരിക്കും വരില്ല. ആ ഒരൊറ്റ തെറ്റ്, ആ 58 മണിക്കൂർ വിൻഡോയിൽ, ആ ഒരൊറ്റ ഇടുങ്ങിയ ഇടം, ഒരു ഏകാധിപതി ജീവിതത്തിൽ ആദ്യമായി ആഴത്തിൽ തെറ്റ് ചെയ്ത ആ ഇടം. അദ്ദേഹം തന്റെ മകനെ ഒരു ബാങ്കിലേക്ക് അയച്ചു, ഒരു കയ്യക്ഷര കുറിപ്പോടൊപ്പം. ബാങ്ക് പണം നൽകി. ലോകം ബാക്കിക്കൊന്നും നൽകിയില്ല. ഒരു സ്പൈഡർ ഹോൾ, ടിക്രുതിനടുത്ത്, ഒരു ക്ഷീണിതൻ, ഒരു ട്രൈബ്യൂണൽ, ഒരു കയർ. ആ തയ്യക്ഷരക്കുറിപ്പ് ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡോക്യുമെന്റായിരുന്നു. ഇന്ന് ആ കയ്യക്ഷരം ഒരു ചരിത്ര അവശേഷിപ്പ്. $350 ദശലക്ഷം, 2800 കോടി രൂപ ഇന്നും ഒരിടത്ത്, ഒരു ചുമരിനുള്ളിൽ, ഒരു ഗോഡൌണിൽ, ഒരു ഭൂഗർഭ ലൊക്കേഷനിൽ, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളുടെ അസാധാരണ രഹസ്യത്തിൽ. ഒരൊറ്റ കയ്യക്ഷരക്കുറിപ്പ്, ഒരൊറ്റ ഒപ്പൊപ്പ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. ഇന്നും ആ ഒഴുക്ക് തീർന്നിട്ടില്ല. ഇത് മണിടെയിൻ ടെയിൽസ് ആയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇന്ന് രാത്രി ഈ വീഡിയോ ഒരാൾക്ക് കൂടി ഷെയർ ചെയ്യൂ. ഒരൊറ്റയാൾ, ഒരൊറ്റ ഷെയർ. ഈ ചാനൽ വളരാൻ അത് മതി. ഇന്ന് രാത്രി ശാന്തമായി ഉറങ്ങൂ. ഒരൊറ്റ കാര്യമോർത്ത് ഉറങ്ങൂ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള
ഒരൊറ്റ കയ്യക്ഷരക്കുറിപ്പുകൊണ്ടായിരുന്നു, ഒരൊറ്റ ഒപ്പുകൊണ്ടായിരുന്നു, ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമില്ലാതിരുന്നതുകൊണ്ടായിരുന്നു.